കൈൻഡ് വേർഡ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാനിവിടെ പറയാൻ പോകുന്നത് പീസ്, സമാധാനത്തെപ്പറ്റി ചില പോയിൻറ്റ്സ് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സമാധാനം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു കാര്യമാണ് സമാധാനം. അത് സ്നേഹം, ലവ്, അതുപോലെ കെയർ, കമ്പാഷൻ, ഇതൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് സമാധാനം. സമാധാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് എങ്ങും ലഭിക്കുന്ന കാര്യമല്ല, അത് നമ്മളിൽ അടങ്ങിയിരിക്കുന്നൊരു കാര്യമാണ് സമാധാനം. അത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലിസൺ എന്നാണ്. ആരെയും സമാധാനമില്ലാതെ നിങ്ങളുടെ അരികിലേക്ക് വരുവാൻ നിങ്ങൾ ആദ്യം ലിസൺ, ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ആ ആൾ എന്ത് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധയോടായിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ അടുത്തത് പറഞ്ഞാൽ സ്പീക്ക് എ ഗുഡ് വേർഡ്. നിങ്ങൾ നല്ല വാക്കുകളായിരിക്കണം സംസാരിക്കേണ്ടത്. നല്ല വാക്കോടെ വേണം അദ്ദേഹത്തിൻ്റെ പ്രയാസത്തിൽ നിങ്ങളുടെ വാക്കുകൊണ്ട് സമാധാനം നൽകാൻ കഴിയും. പിന്നെ കാണാൻ കഴിയുന്നത് ഫിസിക്കൽ ടച്ച്. ഫിസിക്കൽ ടച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒന്ന് കൈ ആയിരിക്കും കൊടുക്കുന്നത്, ഒരു ഹഗ്ഗായിരിക്കും കൊടുക്കുന്നത്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രയാസത്തെ അല്ലെങ്കിൽ വേദനയെ ഒരു നിമിഷം കൊണ്ട് കാണാൻ കഴിയും. കാരണം ഇതൊക്കെയാണ് സമാധാനം മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന കാര്യങ്ങൾ. പിന്നെ കാണാൻ കഴിയുന്ന പ്രസൻസ്, ഒരു സാന്നിധ്യം. നിങ്ങളൊരു സാന്നിധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു സമാധാനം ആ ആൾക്കാരിക്കട്ടെ ലഭിക്കുവാൻ കഴിയും. അതുകൊണ്ട് പ്രസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പിന്നെ കാണാൻ കഴിയുന്നത് ഹെൽപ്പ് വിത്ത് റിസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സഹായിക്കുമ്പോൾ ഹെൽപ്പ് വിത്ത് റിസ്ക്. കാരണം ഒരു വലിയൊരു റിസ്കോടെ വേണം നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കും. ചുമ്മാ ഒരു വലിയൊരു ചെറിയ സഹായം കൊടുത്തിട്ട് നേരം പോക്കിന് മാത്രം ആ ഒരു രീതിയിൽ അല്ല നിങ്ങൾ സമാധാനം നൽകേണ്ടത്. നിങ്ങൾ വില കൊടുത്ത് വേണം ആ ഒരു സമാധാനം മറ്റുള്ളവർക്ക് നൽകാൻ കഴിയേണ്ടത്. പിന്നെ കാണാൻ കഴിയുന്നത് ഗീവ് എ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു സമ്മാനം അല്ലെങ്കിൽ നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് വലിയൊരു സമാധാനം നൽകുവാനിടയാണ്. നല്ലൊരു പ്രഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വില കൂടിയ നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് നല്ലൊരു സമാധാനം നൽകുവാനിടയാണ്. പിന്നെ കാണാൻ കഴിയുന്നത് പ്രയർ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക. അവർ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അടുത്താണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതൊക്കെ അദ്ദേഹത്തെ സമാധാനത്തിലേക്ക് നയിക്കുവാനിടയിൽ. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഈ ലോകത്ത് നമ്മൾ എല്ലാവരും തിരക്കേറിയ ആൾക്കാരാണ്. സമയമില്ലാതെ അനേക പേർ നടക്കുമ്പോൾ നമുക്ക് എത്ര പേരാണ് ഒരു സമാധാനം ലഭിക്കുവാൻ, അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടി നടക്കുന്ന എത്ര പേരുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്കൊരു സമാധാനം നൽകുന്നവരായി നമ്മുടെ ജീവിതം, ലൈഫ് മാറുമ്പോൾ എത്ര വലുത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവർക്കൊരു സമാധാനമായി നിങ്ങളുടെ ഫാമിലിയിലാകട്ടെ, നിങ്ങളുടെ സ്കൂളിലാകട്ടെ, നിങ്ങളുടെ ചർച്ചിലാകട്ടെ, നിങ്ങൾ എവിടെ ആയാലും, ജോലി സ്ഥലത്താകട്ടെ, എവിടെ ആയാലും നിങ്ങൾ നല്ലൊരു സമാധാനം നൽകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വലിയൊരു ബ്ലെസ്ഡ് ആളാണ്. അതുപോലെ ബ്ലെസ്ഡ് ആയിട്ടുള്ള വ്യക്തി തന്നെയാണ്. അനുഗ്രഹിക്കട്ടെ. ഈ ചെറിയ വാക്കുകൾ നിർത്തുന്നു.